ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ഭാവിയെ കുറിച്ചാ. അയ്യോ, നിന്റെ ഭാവിയെ കുറിച്ചോ? അതെ, അച്ഛനമ്മമാർക്കേ ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലോ. മക്കൾ IAS ആവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ. അല്ല, ഞാൻ അങ്ങനെ ഒരു ആഗ്രഹവും പറഞ്ഞിട്ടില്ല. സുജാതേ, ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോടൂ. സുജാതേ, ദാദാ വരുന്നു. ഇത് എന്തു പറ്റി? ഇതൊക്കെ പതിവില്ലാത്തതാണല്ലോ. അതെ, ഇന്ന് മുതൽ ഞാനൊരു കർഷകനാടോ. കർഷകൻ കൃഷിപ്പണി കഴിഞ്ഞ് വീട്ടിലെത്തിയല്ലേ, നല്ല എണ്ണയെടുത്ത് ദേഹത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് ഉച്ചിയിലൊക്കെ ചേച്ച് നല്ല ചൂട് വെള്ളത്തിലങ്ങ് കുളിക്കും. എന്നിട്ട് വേറെ എന്തൊക്കെയുണ്ട് കർഷക വിശേഷങ്ങള്? രഘുവേട്ടാ, ഞാൻ സമ്മതിച്ചു കേട്ടോ. രാവിലെ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ പാടം വരെ ഒന്ന് പോയി. അപ്പോഴേക്കും സംഭവം നല്ല കൃഷിക്കാരനായി. എന്തായാലും എനിക്ക് ഇന്ന് പാടത്തേക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ ഇനി ഞാനും കൂടി വരുന്നുണ്ട് കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ. പാലക്കൽ രഘുവിന്റെ പാടത്തുള്ള മികവും. എടോ, ഞാൻ എന്തായാലും ഇതിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. ഇനി എന്തായാലും വേറൊരു ചോയ്സ് ഇല്ല. ആ പാടത്തിറങ്ങുമ്പോൾ ഒരു സുഖം, ചെളിയിൽ ചവിട്ടുമ്പോൾ ഒരു തണുപ്പ്, കയ്യിലും കാലിലും കഴുക്ക് പറ്റി വരമ്പത്തിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ടേസ്റ്റ്, എന്താ പറയാ, ഈ ജീവിതം തന്നെ മാറ്റിമറിക്കാന്നൊക്കെ പറയില്ലേ? നന്നായി കൊത്തിക്കളിച്ചതല്ലേ? നാളെ നല്ല ശരീരവേദനയായിരിക്കും. കൈയും കാലും ഒക്കെ വേദനിക്കും. പിന്നെ പ്രായത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് നടുവിന് നല്ല വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അയ്യോ, അങ്ങനെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ? പിന്നുണ്ടാവാതെ. പെട്ടെന്ന് ഒരു ദിവസം ഓടിച്ചെന്ന് പാടത്ത് കൊത്തിക്കളിച്ച വേദന എടുക്കില്ലേ? നാളെ അങ്ങ് അനുഭവിച്ചാ മതി. എന്താടോ തന്റെ ഒരു ആശംസ? ഞാൻ തന്നെ അനുഭവിച്ചോളാം. പിന്നെ കഞ്ഞിയും കപ്പപ്പുഴുക്കൊക്കെ റെഡി ആയില്ലേ? കഞ്ഞിയും കപ്പപ്പുഴുക്കോ? അതെന്താ? എടോ, നമ്മുടെ ഈ ഭക്ഷണ രീതിയൊക്കെ മൊത്തത്തിലൊന്ന് മാറ്റണം. ഇതുവരെ കഴിച്ച എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ, ഇനി സാക്ഷാൽ കർഷകന്റെ ഭക്ഷണം വേണമായിരിക്കും അല്ലേ? രഘുവേട്ടാ, ഇനി മിക്കവാറും ഈ പറമ്പിൽ എവിടെയെങ്കിലും നിൽക്കുന്ന കാട്ടുചെടിയെടുത്ത് തോരൻ വെച്ച് തരും ഞാൻ. അത് കഴിക്കേണ്ടി വരുവേ. അല്ലെങ്കിൽ കർഷകനെ കൊണ്ട് ഞാൻ കഴിപ്പിക്കും. ഓ എന്റെ പൊന്നോ, താൻ ചൂടാവല്ലോടോ. തന്നെ ഭക്ഷണം എടുത്തു വെച്ചോ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എന്നിട്ട് ആഘോഷമായിട്ട് നമുക്ക് അങ്ങോട്ട് കഴിക്കാം. എന്താ? എന്തായാലും ഇതൊക്കെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. സ്വിച്ച് ഇട്ടതുപോലെയാ രഘുവേട്ടന്റെ മാറ്റം. ആ പാടത്തിന് ഇനി എന്തെങ്കിലും അത്ഭുത സിദ്ധി ഉണ്ടാവോ ആവോ? ഉണ്ട്. അതെ, കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ തന്നോട് പറഞ്ഞുതരാം കേട്ടോ. അതെന്താ ഇപ്പൊ പറഞ്ഞാല്? യു വെയിറ്റ് ആൻഡ് സീ മാഡം. നല്ല തണുപ്പുണ്ടോ? തണുക്കുന്നു. അയ്യോ, അതെന്താന്നറിയോ? പാടത്ത് ചെന്നപ്പോ നന്നായിട്ട് വേർത്തില്ലേ, അതിന്റെ. അമ്മയും പാടത്ത് പണിയെടുത്തല്ലോ, എന്നിട്ട് അമ്മയ്ക്കൊരു കുഴപ്പമില്ലല്ലോ. അമ്മ കൊറേ കാലായിട്ട് അടുക്കളയിലെ പണിയൊക്കെ എടുത്ത് വേർക്കുന്നതല്ലേ, അതാ. മോൾ അങ്ങനെയല്ലല്ലോ, അതുകൊണ്ടാ. പണ്ട് എനിക്ക് ഈ ശീലം ഉണ്ടായിരുന്നത് ഇപ്പൊ കുറെ കാലമായിട്ടില്ല. പണ്ടത്തെ ശീലങ്ങളൊക്കെ നമുക്ക് തുടങ്ങാം. ഇപ്പോ കൃഷി തുടങ്ങിയല്ലേ? വല്ലാത്തൊരു അനുഭവമാണോ ഈ മണ്ണിൽ കിളച്ച് മണ്ണിന്റെ സുഖമൊക്കെ അറിഞ്ഞ ശേഷം ഈ ദേഹം ആസകലം വെള്ളം ഒഴിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. ഇപ്പോഴുണ്ടല്ലോ മെഴുമെഴാന്ന് മെഴുകു പോലത്തെ കപ്പ
നല്ല കാന്താരി മുളക് അരച്ച ചമ്മന്തി അത് അങ്ങോട്ട് മുക്കി മർമ്മത്തിലോട്ട് വെച്ച് ഒരു കട്ടൻ കാപ്പി കുടിക്കുമ്പോണ്ടല്ലോ ഹാ എന്നൊരു സുഖം ഉണ്ടല്ലോ. കൊതി വരുന്നടാ. തുടങ്ങി അപ്പൂപ്പന്റെ ഒരു കൊതി. വാ ആ, ആ. ആ. അല്ല മോളെ, പണ്ടേ ഞങ്ങളുടെ ഒരു ശീലമായിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒരു കപ്പപ്പുഴുക്കും കഞ്ഞിയും. അതെ, മെയ് അനങ്ങുന്ന പണിക്കാർക്ക് കപ്പയ്ക്ക് ഗ്യാസ് ഒന്നും വരൂല, ജോലി ചെയ്യണതല്ലേ. ആ ഇപ്പൊ എന്താ പ്രശ്നം? ആ, കപ്പപ്പുഴുക്കും കാന്താരിയും കഞ്ഞി. ഓ അത് മൂന്നും കൺമുന്നിൽ എത്തിയ പോരെ. സാധനമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അല്ല അതപ്പോ ഞാനതൊക്കെ റെഡിയാക്കി. മിടുക്കി. ആ എടാ, ഇതുകൊണ്ടാ ഈ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, മനസ്സിലായ? വരങ്ങൻ. അപ്പൊ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് കപ്പപ്പുഴുക്ക് തിന്നാൻ വേണ്ടിട്ടാണോ? അച്ഛൻ ഞാനൊരു കാര്യം പറയട്ടെ. ആ, എന്റെ ഭാവിയെ കുറിച്ചാ. അയ്യോ, നിന്റെ ഭാവിയെ ഭാവിയെ കുറിച്ചോ? അതെ, അച്ഛനമ്മമാർക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടല്ലോ. മക്കൾ IAS ആവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ. ആ അല്ല, ഞാൻ അങ്ങനെ ഒരു ആഗ്രഹവും പറഞ്ഞിട്ടില്ല. അയ്യേ, നല്ല അച്ഛൻ. അതൊക്കെ ഓരോരുത്തരെ പഠിക്കുന്ന അനുസരിച്ച് അവരുടെ കഴിവനുസരിച്ച് കിട്ടുന്നതല്ലേ. അല്ല, വേണമെങ്കിൽ നീ ട്രൈ ചെയ്തോ. അല്ല അതിപ്പം മോളെ ഇവിടെ ചോദിക്കേണ്ട കാര്യം എന്തുവാ? ഞാനിവിടെ എന്ത് തിരഞ്ഞെടുത്താലും അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. എന്നാ ഞാൻ നാളെ മുതൽ സ്കൂളിൽ പോണില്ല. ആ ഏ ആ അപ്പൊ പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? ആ ഞാൻ അച്ഛന്റെ കൂടെ പാടത്ത് വരും. അയ്യ കഷ്ടം. എനിക്ക് കൃഷി ചെയ്താ മതി. അത് കൊള്ളാലോ. കൃഷി ചെയ്യാൻ വിദ്യാഭ്യാസം വേണ്ടെന്ന് ആരാ പറഞ്ഞത്? ആ, അച്ഛൻ കൃഷി ചെയ്യുന്നില്ലേ? അത് അച്ഛന്റെ വിദ്യാഭ്യാസം എന്താണെന്നറിയോ? സ്കൂളിൽ പോയി എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റോ? നീ തൽക്കാലം സ്കൂളിൽ പോയി വന്നതിന് ശേഷമുള്ള കൃഷിയൊക്കെ മതി. എന്നിട്ട് ഈ വിദ്യാഭ്യാസമൊക്കെ കഴിയുമ്പോ കൃഷിയാണ് തെരഞ്ഞെടുക്കാൻ നിനക്ക് തോന്നുന്നെങ്കിൽ നീ തെരഞ്ഞെടുത്തോ. അതിൽ ഒരു കുഴപ്പമില്ല. എടാ, ഇതൊക്കെ ചുമ്മാ പറയുന്നതാ. എന്തെങ്കിലൊക്കെ പറഞ്ഞ് 4 ദിവസം ക്ലാസ്സിൽ പോകാതിരുന്ന അതും ഒരു രസം. ഏതാ? അല്ലാതെ എന്തുവാ? അപ്പൂപ്പനൊന്നും മിണ്ടായിരുന്നേ, ഞാൻ സീരിയസാ. ഓ, അവള് സീരിയസാ. എന്തായാലും അമ്മയുടെ മോള് ഇത്രയും സീരിയസ് ഒന്നും ആവണ്ട. ആദ്യം പഠിക്കാം. പഠിക്കുന്നതിന്റെ ഇന്റർവെല്ലില് അച്ഛന്റെ കൂടെ പാടത്ത് പോവുകയോ, എന്നിട്ട് അവസാനം അച്ഛൻ പറഞ്ഞതുപോലെ ഇതിലോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോ. ആ മോളെ, കൃഷിയിലോട്ട് ഇറങ്ങാൻ പുതിയ തലമുറയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ, അങ്ങനെ താല്പര്യമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ഇവിടെ പൊക്കി ട്രോഫി പോലെ തലയ്ക്ക് മുകളിലോട്ട് വെച്ചോണം, കേട്ടല്ലോ? അല്ല മോളെ, കപ്പയുടെ കാര്യം. ആ അയ്യോ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഓ മധുര നൊമ്പരക്കാറ്റ്